വിവേക് ഒരു സമ്പന്നനായ യുവാവാണ്. തൻ്റെ ആഡംബര കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു മതിലിൽ ഇടിക്കുന്നു. കാറിനും മതിലിനും കേടുപാടുകൾ സംഭവിക്കുന്നു. അടുത്തുള്ള വീട്ടിലെ സാധാരണക്കാരിയായ അഞ്ജലി ഇത് കാണുന്നു. "അഞ്ജലി, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ?" വിവേക് അവളെ അവഗണിച്ചിട്ട്, "എൻ്റെ കാറിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഈ മതിലിൽ വന്ന് ഇടിക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു." അഞ്ജലി, "മതിലിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. അതവിടെ ഉണ്ടായിരുന്നു. നിങ്ങളാണ് വേഗത്തിൽ വന്നത്." വിവേക് ദേഷ്യത്തോടെ, "നിങ്ങളെന്താ പറഞ്ഞത്? എൻ്റെ കാറിൻ്റെ വില അറിയാമോ നിങ്ങൾക്ക്? ഈ മതിലിൻ്റെ വില അതിൻ്റെ ഒരു ഭാഗം പോലും വരില്ല." അഞ്ജലി, "എൻ്റെ അച്ഛൻ ഇഷ്ടപ്പെട്ട് പണിത മതിലാണിത്. അതിന് വിലയിടാൻ നിങ്ങളാരാണ്?" "വിലയിടാൻ എനിക്ക് അധികാരമുണ്ട്. ഈ നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ്റെ മകനാണ് ഞാൻ." അഞ്ജലി അവൻ്റെ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട്, "സമ്പത്തുണ്ടെന്ന് കരുതി ആർക്കും എന്തു ചെയ്യാനുള്ള അവകാശമില്ല. മനുഷ്യത്വമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് നിങ്ങൾക്കില്ലെന്ന് തോന്നുന്നു." അഞ്ജലിയുടെ വാക്കുകൾ വിവേകിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. ആദ്യമായിട്ടാണ് ഒരാൾ തന്നെ ഇങ്ങനെ നേരിട്ട് ചോദ്യം ചെയ്യുന്നത്. എങ്കിലും അവൻ തൻ്റെ ധാർഷ്ട്യം വിടാൻ തയ്യാറായില്ല. "വിവേക്, നിങ്ങളുടെ മതിലിൻ്റെ കേടുപാടുകൾക്കുള്ള പണം ഞാൻ തരാം. അതിനപ്പുറം എന്നെ ഉപദേശിക്കാൻ വരണ്ട." അഞ്ജലി, "ഞങ്ങൾക്കാർക്കും നിങ്ങളുടെ പണം വേണ്ട. എൻ്റെ അച്ഛൻ ഇത് ശരിയാക്കിക്കോളും." അഞ്ജലിയുടെ അച്ഛൻ വേലായുധൻ സംഭവ സ്ഥലത്തേക്ക് എത്തി. കാറിൻ്റെയും മതിലിൻ്റെയും അവസ്ഥ കണ്ട് അദ്ദേഹം പരിഭ്രമിച്ചു. വേലായുധൻ, "മോളെ അഞ്ജലി, എന്താ ഇവിടെ സംഭവിച്ചത്? മോന് കുഴപ്പമൊന്നുമില്ലല്ലോ?" വിവേക്, "എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ കാറുമായി വരികയായിരുന്നു. അപ്പോഴാണ് ഈ മതിലിൽ." വേലായുധൻ വിവേകിൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കാതെ അയാളുടെ ആരോഗ്യത്തിൽ മാത്രം ശ്രദ്ധിച്ചു. വേലായുധൻ, "മോനെ, വേഗം ഒരു ഡോക്ടറെ ചെന്ന് കാണിക്കുന്നത് നന്നായിരിക്കും. നിന്റെ കാറിൻ്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം." വേലായുധൻ്റെ ശാന്തമായ പെരുമാറ്റം വിവേകിനെ അത്ഭുതപ്പെടുത്തി. അഞ്ജലി പറഞ്ഞതുപോലെ പണത്തേക്കാൾ വലിയ കാര്യങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് അയാൾക്ക് ആദ്യമായി തോന്നി തുടങ്ങി. "വിവേക്, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമില്ലേ? ഞാൻ നിങ്ങളുടെ മതിൽ തകർത്തില്ലേ?" വേലായുധൻ, "മതിലൊക്കെ നമുക്ക് വീണ്ടും പണിയാം മോനെ. പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവനാണ് അതിലും വലുത്." വേലായുധൻ്റെ ആ വാക്കുകൾ വിവേകിനെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. തൻ്റെ ജീവിതത്തെ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ലാത്ത ആ നല്ല മനുഷ്യൻ്റെ മുന്നിൽ അയാൾ തല കുനിച്ചു. അയാൾ അഞ്ജലിയോടും അച്ഛനോടും മാപ്പ് പറഞ്ഞു. മാപ്പ് പറഞ്ഞ ശേഷം വിവേക് തൻ്റെ കാർ നന്നാക്കാൻ ഏർപ്പാടാക്കി. പക്ഷേ വേലായുധൻ്റെയും അഞ്ജലിയുടെയും നന്മ നിറഞ്ഞ പെരുമാറ്റം അവൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞില്ല. പിറ്റേന്ന് അവൻ വീണ്ടും ആ വീട്ടിലെത്തി. "വിവേക്, എൻ്റെ പേര് വിവേക്. ഇന്നലെ ഇവിടെ നടന്ന സംഭവത്തിന് ഞാൻ വീണ്ടും മാപ്പ് ചോദിക്കുന്നു." വേലായുധൻ, "അതൊന്നും സാരമില്ല മോനെ. ഞാൻ എൻ്റെ മതിൽ ശരിയാക്കി." വിവേക്, "പക്ഷേ ഞാൻ നിങ്ങൾക്ക് പണം തരാം. പിന്നെ ഞാൻ അഞ്ജലിയുടെ നല്ല സുഹൃത്താകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സമ്മതിക്കുമോ?" വേലായുധനും അഞ്ജലിയും അത്ഭുതത്തോടെ പരസ്പരം നോക്കി. വിവേകിൻ്റെ മാറ്റം അവരെ സന്തോഷിപ്പിച്ചു. "അഞ്ജലി, നിങ്ങൾക്ക് എൻ്റെ സുഹൃത്താകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് പണത്തിൻ്റെ ആവശ്യമില്ല." അങ്ങനെ വിവേകും അഞ്ജലിയും സുഹൃത്തുക്കളായി. അവർ ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ തുടങ്ങി. അഞ്ജലിയുടെ ലാളിത്യം വിവേകിനെ ആകർഷിച്ചു. വിവേകിൻ്റെ നല്ല മനസ്സ് അഞ്ജലിയും തിരിച്ചറിഞ്ഞു. വിവേകും അഞ്ജലിയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ആഴത്തിലായി. അഞ്ജലിയുടെ ലാളിത്യവും നന്മ നിറഞ്ഞ മനസ്സും വിവേകിനെ പതിയെ മാറ്റിയെടുത്തു. വിവേകിൻ്റെ ലോകത്ത് പണത്തേക്കാൾ മൂല്യമുള്ള കാര്യങ്ങളുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഇതിനിടെ വിവേക് അഞ്ജലിയുടെ വീട്ടിലെ ഒരു സാധാരണ സന്ദർശകനായി മാറി. അങ്ങനെയിരിക്കെ വിവേക് അഞ്ജലിയുടെ കൂടെ സമയം ചെലവഴിക്കുന്നതും അവരുടെ അടുപ്പവും വിവേകിൻ്റെ വീട്ടിൽ അറിഞ്ഞു. അവൻ്റെ അച്ഛൻ നഗരത്തിലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായ രാഘവൻ ഇത് ഇഷ്ടപ്പെട്ടില്ല. രാഘവൻ, "വിവേക്, നീ ആ സാധാരണ പെൺകുട്ടിയുടെ കൂടെ കറങ്ങി നടക്കുന്നത് ശരിയല്ല. നമ്മുടെ നിലവാരത്തിന് യോജിച്ചതല്ല ആ ബന്ധം." വിവേകിന് അച്ഛൻ്റെ വാക്കുകൾ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. "വിവേക്, അഞ്ജലി ഒരു സാധാരണക്കാരിയായിരിക്കാം. പക്ഷേ അവളാണ് എന്നെ നല്ലൊരു മനുഷ്യനാക്കിയത്. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനാണ് ആഗ്രഹം." രാഘവൻ ദേഷ്യത്തോടെ അവനെ നോക്കി. വിവേകിൻ്റെ അച്ഛൻ രാഘവൻ അഞ്ജലിയുടെ വീട്ടിലെത്തി. വേലായുധനെ കണ്ടു. രാഘവൻ തൻ്റെ മകനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ വേലായുധൻ ശാന്തനായി പറഞ്ഞു, "പണത്തേക്കാൾ വലിയ സമ്പത്താണ് സ്നേഹം." രാഘവൻ അത്ഭുതത്തോടെ വേലായുധനെ ഒന്ന് നോക്കി. അഞ്ജലിയുടെയും വേലായുധൻ്റെയും നന്മ നിറഞ്ഞ മനസ്സ് കണ്ടപ്പോൾ രാഘവൻ്റെ മനസ്സും മാറി. അയാൾ വിവേകിൻ്റെയും അഞ്ജലിയുടെയും പ്രണയം അംഗീകരിച്ചു.